ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയൊരു ഹൊറർ മൂവി കണ്ടിട്ടുണ്ട്. കിടില ഹൊറർ എന്ന് പറഞ്ഞാൽ കിടില പുതിയ മമ്മി, ലീ കോർണിൻസ് മമ്മി എന്ന് പറയുന്ന മൂവി. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പീക്ക് ഓഫ് ദ ഹൊറർ എന്ന് നമ്മൾ പറയുന്നത്. പീക്കിലോട്ട് കൊണ്ടുപോകും ഹൊററിനെ. അത് നമുക്ക് അത്യാവശ്യം പേടിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിപ്പോൾ കുട്ടികളെ ആണെങ്കിലും അഡൽസിനെ ആണെങ്കിലും പേടിപ്പിക്കാനുള്ള ഒത്തിരി സീക്വൻസസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് വരുമ്പോൾ അങ്ങേ അറ്റത്തെ ഹൊററിൻ്റെ 100% എന്താണ് ആ ഒരു ലെവലിൽ കൊണ്ടുവന്ന് നിർത്തും ക്ലൈമാക്സ്. എന്തായാലും നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കണ്ടിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നമ്മളൊരു മൊബൈലിലിരുന്ന് കണ്ടാലോ, നമ്മളൊരു ടി വിയിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലിരുന്ന് കണ്ടാലോ നമുക്ക് ആ ഒരു ഹൊററിൻ്റെ ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റർബൻസ്. മേ ബി നമ്മൾ വേറെ എന്തെങ്കിലും ഇൻട്രാക്ട് ആവുക അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ ഹൊററിൻ്റെ ഡെപ്ത് അറിയാൻ പറ്റാത്തത്. ബട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നത് ഈ ഒരു മൂവി കണ്ടു നോക്കണം. ഞാൻ പല ഇൻസ്റ്റയിൽ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. ആൾക്കാർ വൊമിറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുന്നു. അങ്ങനത്തെ കുറേ സീക്വൻസസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹൊറർ അത്രത്തോളം ഭയങ്കര പേടിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന് കാണാം. ഭയങ്കര പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പോയിരുന്ന് കാണല്. കാരണം അത്രയ്ക്ക് ഹൊററായിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു മമ്മി എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ മമ്മി കണ്ടതെന്ന് വെച്ച് ഒരു കമ്പാരിസണും ചെയ്യല്. അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് സംഭവം. ഇത് എൻറ്റയർലി നമ്മുടെ കോൺജറിങ് ടൈപ്പ് ഓഫ് സംഭവം. ബട്ട് ജംപ് സ്കെയർ ഇല്ല. കോൺജറിങ് ടൈപ്പ് ജംപ് സ്കെയറോ സംഭവങ്ങളോ ഇല്ല. എല്ലാം ആ വിഷ്വലി നമ്മൾ കാണുന്നതിൻ്റെ സ്കെയറി തിങ്സ് ആണ് ഉള്ളത്.